ഇന്ന് തുലാം രാശിയെക്കുറിച്ചിട്ടാണ്. തുലാം രാശിക്കാർക്ക് ഈ വരുന്ന 2025 കാലഘട്ടം എങ്ങനെയുള്ള ഫലമായിരിക്കും പ്രദാനം ചെയ്യുക എന്നുള്ള ഒരു വീഡിയോ ആണ് ഇന്നിവിടെ ചെയ്യുന്നത്. എന്തായാലും എല്ലാവരും കരുതി തന്നെ ജീവിക്കേണ്ട ഒരു കാലഘട്ടം എന്ന് വേണം പറയുവാനായിട്ട്. കാരണം ജനുവരി ഫെബ്രുവരി മാസങ്ങൾ വളരെ ഒരു നല്ല ഫലത്തെ കൊടുത്താലും പിന്നീടുള്ള കാലഘട്ടങ്ങളൊക്കെയും നഷ്ടങ്ങളുടെ കോട്ടങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടമായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ടെക്സ്റ്റൈൽ സംബന്ധപ്പെട്ട തൊഴിലൊക്കെ ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്വർണം വെള്ളി ഇങ്ങനെയുള്ള കച്ചവടങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരും, അതുപോലെ ഈ ഷെയർ മാർക്കറ്റിലൊക്കെ പണമൊക്കെ നിക്ഷേപിച്ചിരിക്കുന്നവരൊക്കെ തന്നെയും വളരെയേറെ കരുതലോടുകൂടി തന്നെ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു സമയമാണ്. ഈ ഒരു 2 മാസം ഒരു നന്മ പ്രദാനം ചെയ്യും എന്നുള്ളത് കൊണ്ട് തന്നെ മറ്റുള്ള ആ ഒരു കാലഘട്ടത്തിലും നമുക്കൊരു വിജയം പ്രദാനം ചെയ്യുമെന്ന് ചിന്തയോടുകൂടി പണം വല്ല രീതിയിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അതൊക്കെ തന്നെയും വലിയ ബാധ്യതകളിലൊക്കെ പോയി ചാടുന്ന ഒരു സാഹചര്യമായിരിക്കും. ബാങ്ക് വഴി ലോണൊക്കെ എടുത്തിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ വളരെയേറെ കരുതലോടുകൂടി തന്നെ ഇരിക്കേണ്ട ഒരു കാലഘട്ടം തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ മനസ്സിലായി കാണും, ഈ ഒരു ജനുവരി മാസത്തിൽ ഒരല്പം മുന്നേറ്റമൊക്കെ ഉണ്ട്, എന്തായാലും കാര്യങ്ങളൊക്കെ നേരെയായി വരുന്നു എന്നൊരു ചിന്തയായിരിക്കും നിങ്ങൾക്ക് ഉള്ളത്. എന്നാൽ ഈ ഫെബ്രുവരി മാസത്തോടു കൂടി തന്നെ അതിൻ്റെ ഒരു ബ്രേക്കിംഗ് വരുന്ന ഒരു സമയവും അവിടെ നിന്നും കരകയറുവാനായി ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യവുമാണ് വരുന്നത്. കാരണം 10ാം ഭാവത്തിലേക്ക് വരുന്നത് കേതുവാണ്. തൊഴിൽ ഭാവത്തിലേക്ക് വരുന്നത് കേതു ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലായിടത്തും ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി തരുന്ന ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുമെന്നുള്ളതും, നമുക്ക് അനുകൂലമായി നിൽക്കുന്ന സുഹൃത്തുക്കൾ പോലും ശത്രുക്കളായി മാറുന്ന ഒരു സാഹചര്യവും ഉണ്ടാകുന്നതിനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാണ്. അതുവഴി തന്നെ കുടുംബപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളുണ്ടാകും. തൊഴിൽപരമായ ഇടങ്ങളിൽ സ്ഥാപനങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാകും. നിങ്ങളുടെ വാക്കുകൾ, നല്ല വാക്കുകൾ കേട്ടൊക്കെ പ്രധാനപ്പെട്ട അധികാരികളൊക്കെ എന്തെങ്കിലുമൊക്കെ കാര്യത്തിനൊക്കെ ഇറങ്ങുമ്പോൾ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുന്ന സാഹചര്യങ്ങളൊക്കെ വരുന്നത് തന്നെയാണ്. അത് ഈ രാശിക്കാരെ വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും വല്ലാത്ത അപകടകരമായ നില ആകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. അതുകൊണ്ട് മാർച്ച് ഏപ്രിൽ മാസങ്ങളൊക്കെ തന്നെ വളരെയേറെ സ്ട്രഗിൾ ചെയ്യേണ്ട ഒരു സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയും അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു ഇതുമുണ്ടാകുന്നത് തന്നെയാണ്. എന്നാൽ ഏപ്രിൽ മാസം, മെയ് മാസത്തിന് ശേഷം ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസം വരെ വളരെയേറെ മുന്നേറ്റങ്ങൾ ഉണ്ടാകുകയും ഈ ഒരു പിഴവിനെയൊക്കെ തിരുത്തി അവിടെ നിന്നുമൊക്കെ ആ ഒരു കടബാധ്യതയിൽ നിന്ന് കരകയറുവാനുള്ള ഒരു മാർഗങ്ങളും കൂടി ഈ മാസങ്ങളിലൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നാൽ അതിനുശേഷം വീണ്ടും പഴയതുപോലെ തന്നെ ആവുന്ന ഒരു സാഹചര്യമാണ് അവിടെ സൃഷ്ടിക്കപ്പെടുന്നത്. ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി ആശുപത്രി വാസങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യങ്ങളും ഉണ്ടാകും ആ ഒരു ഓഗസ്റ്റ് മാസം മുതൽക്ക്. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടങ്ങളിൽ നിങ്ങൾ എവിടെ നിന്നെങ്കിലൊക്കെ പണങ്ങളൊക്കെ കടങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടാവും. ഷെയർ മാർക്കറ്റിലൊക്കെ നിക്ഷേപിച്ച് ധനലാഭവും ഒക്കെ നേടുവാനായിട്ട് ഇട്ടുപോയവർക്കൊക്കെ തന്നെ അതൊക്കെ തന്നെ വൻ നഷ്ടങ്ങളായി മാറുന്ന സാഹചര്യങ്ങളും കടബാധ്യതകൾ കൊണ്ട് നമുക്ക് നട്ടം തിരിയുന്ന സാഹചര്യങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടു വേണം ഈ ഒരു വർഷത്തിൽ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കുവാനായിട്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊന്നും പോയി ചാടുവാൻ പാടുള്ളതല്ല എന്നതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. മാർച്ച് ഏപ്രിൽ മാസത്തിനുള്ളിൽ തന്നെ വിദേശ രാജ്യത്ത് നല്ല കമ്പനികൾ, IT കമ്പനികളിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥാപനങ്ങളിലോ ഒക്കെ ജോലി ചെയ്തിരുന്നവർക്ക് ജോലി നഷ്ടപ്പെടുവാനുള്ള സാധ്യതകളൊക്കെയും തന്നെ വളരെയധികം കൂടുതൽ തന്നെയാണ്. അതായത് നിസ്സാരമായ കാരണങ്ങളാൽ തന്നെയായിരിക്കും ചിലരെയൊക്കെ പിരിച്ചുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുക. എന്നാലും ഏപ്രിൽ കഴിഞ്ഞ ഉടനെ മെയ് മാസത്തൊക്കെ ആരംഭിക്കുമ്പോൾ മറ്റൊരു ജോലി കിട്ടാനുള്ള സാധ്യതകളും വളരെയേറെ കൂടുതൽ തന്നെയാണ്. അപ്പോൾ കരുതലോടുകൂടി ചിന്തിച്ചു കഴിഞ്ഞാൽ കൈനഷ്ടങ്ങളൊന്നും ഇല്ലാതെ എല്ലായിടങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെട്ട് കരകയറാനും പറ്റുമെന്ന് തന്നെയാണ് പറയേണ്ടത്. കുടുംബപരമായൊക്കെ നോക്കുകയാണെങ്കിൽ കുടുംബത്തിലൊക്കെ വഴക്കുകളൊക്കെ ഉണ്ടായി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ തൊഴിൽപരമായ ഇടങ്ങളിൽ ഉള്ള സമ്പത്തുപരമായ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ഉറക്കം കെടുക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാകും. അതായത് നമുക്ക് ഉറങ്ങാൻ പറ്റാത്ത സാഹചര്യം, എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യുമെന്നുള്ള ഒരു ചിന്താഗതിയോടുകൂടി നടക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഈ ഒരു കാലഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് തന്നെയാണ്. അതുപോലെ തന്നെ ഈ വസ്തുക്കൾ സംബന്ധപ്പെട്ട ഇടങ്ങളിലും തന്നെ പണങ്ങൾ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കണം. കാരണം ഞാൻ പറയുന്ന ഈ കാലഘട്ടങ്ങളൊക്കെ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ ഇടയ്ക്ക് വെച്ച് 2 മാസം ഉള്ള കാലഘട്ടങ്ങളിലൊക്കെ മോശകരമായിരിക്കും, പിന്നീട് 2 മാസം നന്നായിരിക്കും ചെയ്യുന്ന ഒരു സാഹചര്യം തന്നെയാണ്.
ഓഗസ്റ്റ് മാസത്തിന് ശേഷം, അതായത് സെപ്റ്റംബർ മാസത്തിന് ശേഷമൊക്കെ ഒരല്പം കൂടി നിങ്ങൾക്ക് ഈ ഒരു നല്ല അനുകൂലമായ ഫലത്തെ കിട്ടുന്ന ഒരു സാഹചര്യങ്ങളൊക്കെയും അവിടെ സൃഷ്ടിക്കും. അതിനിടയ്ക്ക് വരുന്ന ആ ഒരു ഓഗസ്റ്റ് മാസം മാത്രം ചിലപ്പോൾ ബ്രേക്ക് ഡൗണൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ വരുന്നത് തന്നെയാണ്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി പണം സംബന്ധിച്ച വിഷയങ്ങളിലൊക്കെയും ഇറങ്ങി പ്രവർത്തിക്കേണ്ടതാണ്. വിവാഹം സംബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ആണെങ്കിൽ ഏപ്രിൽ മാസത്തിന് ശേഷം ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് വളരെയേറെ നന്നായിരിക്കുമെന്നാണ് എനിക്ക് പറയുവാനായിട്ടുള്ളത്. കാരണം ഈ വരുന്ന ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മാസം വരെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം വിവാഹം സംബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് ഒരു തീരുമാനം എടുത്തു വച്ചാൽ അത് ഭാവി ജീവിതത്തെ വല്ലാതെ ബാധിക്കുന്ന ഒരു തീരുമാനമായി മാറും എന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ആരെങ്കിലുമൊക്കെ പറയുന്നത് കേട്ട് പണം ഇരട്ടിപ്പിക്കൽ പോലുള്ള പ്രസ്ഥാനങ്ങളിലൊന്നും കൊണ്ടുപോയി പണം നിക്ഷേപിക്കുവാനായിട്ട് പോകരുത്. കാരണം അതൊക്കെ തന്നെ വളരെയേറെ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് നിങ്ങൾക്ക് ഉണ്ടാക്കുവാനായിട്ട് പോകുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു വിശ്വാസത്തെ മുതലെടുത്ത് മറ്റുള്ളവർ നേട്ടങ്ങൾ കൊയ്യുവാനുള്ള ഒരു ശ്രമമായിരിക്കും നടത്തുക. ഒടുവിൽ പ്രശ്നങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ തന്നെ സ്വയം അതിനെ ചുമന്നുകൊണ്ട് നടക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഉള്ളതുപോലും നമുക്ക് വിറ്റു വിറക്കേണ്ട സാഹചര്യം വന്നാലും നമുക്ക് അത് തികയാതെ വരുന്ന ഒരു സാഹചര്യം കൂടി അവിടെ ഉണ്ടാകുകയും കോർട്ട് കേസ്, വഴക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുമെന്നുള്ളതും കൂടി മനസ്സിലാക്കണം. ഇതിനുള്ള പ്രത്യേകമായ പ്രാർത്ഥനകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ കുടുംബപരമായി ആരാധിച്ചിരിക്കുന്ന ഈശ്വരനെ തന്നെയാണ് ആദ്യമായി വണങ്ങേണ്ടത്. അതിനുശേഷം ശിവഭഗവാനെ പ്രാർത്ഥിക്കുന്നത് വളരെയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കി തരുന്ന ഒരു സാഹചര്യമാണ്. മനസ്സിന് തെളിമ ഉണ്ടാക്കി തരികയും വ്യക്തവും ശുദ്ധവുമായ തീരുമാനങ്ങൾ എടുക്കുവാനായി നിങ്ങളെ പ്രാപ്തമാക്കുകയും ചെയ്യും. അതുതന്നെയാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു നല്ല യോഗകരമായ ഒരു ജീവിതം തന്നെ ഉണ്ടാകും. അല്ലെങ്കിൽ വളരെയേറെ കഷ്ടതകൾ അനുഭവിക്കേണ്ട ഒരു സാഹചര്യമാണ്. സമ്പത്ത് തന്നെയാണ് എല്ലാ മനുഷ്യനെയും നിലനിർത്തുന്നത് എന്നുള്ളത്. രാശിയും ജാതകങ്ങളുമൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സമ്പത്ത് തന്നെയാണ് നമ്മളെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. സമ്പത്തും തൊഴിലും, നമ്മൾ ചെയ്യുന്ന തൊഴിൽ എന്താണോ അതിനനുസരിച്ച് തന്നെയാണ് നമ്മളെ ഓരോരുത്തരെയും വിലമതിക്കുന്നതും. സമ്പത്ത് ഇല്ല എങ്കിൽ നമ്മളെ ഒക്കെ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും എല്ലാവരും വിലമതിക്കുക. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ, പണം സംബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെയേറെ ജാഗ്രത പുലർത്തി ഇടപെടേണ്ടത് തന്നെയാണ്. നിങ്ങൾ സ്വയം പണം ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിലും ചിന്തിച്ച് വേണം ഇടപെട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുവാനായിട്ട്. അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകും. ജാമ്യ വ്യവസ്ഥകളിലൊന്നും പോയി ആർക്കും ഒപ്പിട്ട് കൊടുത്ത് ലോൺ പോലുള്ള കാര്യങ്ങളൊന്നും എടുക്കുവാനായിട്ട് പോകുവാൻ പാടുള്ളതല്ല. ബാങ്ക് വഴി ലോണുകളൊക്കെ എടുത്താൽ തന്നെയും നിങ്ങൾ അതിപ്പോൾ ഫെബ്രുവരി മാസത്തോടെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ലോണൊക്കെ കിട്ടിയാൽ തന്നെയും അത് സൂക്ഷിച്ച് ബാങ്കിൽ തന്നെ നിക്ഷേപിക്കുക. ഏപ്രിൽ മാസത്തിന് ശേഷം നിങ്ങൾ അതിനെ എടുത്ത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിനായിട്ട് പ്രവർത്തിക്കുക. ഏപ്രിൽ, മെയ്, ജൂൺ മാസത്തിനുള്ളിൽ നിങ്ങൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കുക. ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോൾ വീണ്ടും ഒരു ബ്രേക്ക് ഡൗൺ ഉണ്ടാകുന്ന സാഹചര്യം വരും. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടുകളും പരിക്കുകളും ഇല്ലാതെ പോകുവാനായിട്ട് കഴിയും. അതുപോലെ ജൂലൈ, സെപ്റ്റംബർ മാസം കഴിയുന്നതോടുകൂടി വീണ്ടും ഒരു 2 മാസത്തേക്ക് ഒരു നന്മ ഉള്ള കാലഘട്ടം തന്നെയായി മാറും. ആ ഒരു സമയത്ത് വീണ്ടും അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുക. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ ഒരു രാശിഘട്ടം സഞ്ചരിക്കുന്നത്. അല്ലാത്ത പക്ഷം വൻ ബാധ്യതകളിലേക്ക് പോകുമെന്ന് തന്നെയാണ് നിലവിലെ രാശികളൊക്കെയും സൂചിപ്പിക്കുന്നത് ഈ തുലാം രാശിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു നന്മയുടെ ഒരു വർഷം ആശംസിച്ചുകൊണ്ട് ശുഭം.